എല്ലാവർക്കും നന്ദി. May this light continue to guide us and this institution for many more decades. Let's now begin the official valedictory function. ഇപ്പോൾ സ്വാഗത പ്രഭാഷണത്തിനായി ഡോക്ടർ ശ്രീഹരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരാധ്യരായ അധ്യക്ഷൻ ഡോക്ടർ ജി ദിലീപ് കുമാർ, ഉദ്ഘാടകൻ ശ്രീ കുറ്റൂർ രാധാകൃഷ്ണൻ, ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡോക്ടർ ജി വിജയകുമാർ, മുഖ്യ അതിഥി ശ്രീ സാജൻ സൂര്യ, ഡോക്ടർ കുര്യൻ ഉമ്മൻ, ഡോക്ടർ റിൻജിൻ ആർ പി, പ്രൊഫസർ എസ് വത്സലകുമാരി, ഡോക്ടർ ജോർജ് ജോൺ, ഡോക്ടർ ജേക്കബ് എബ്രഹാം, ക്ഷണിക്കപ്പെട്ട സദസ്സിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അഭ്യുദയകാംക്ഷികളായ ബന്ധുക്കളെ, മെഡിക്കൽ ട്രസ്റ്റ് സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമസ്കാരം. 1986 കുളനടയിൽ യശശരീരനായ ശ്രീ പി ഗദാധരൻ നമ്പൂതിരിയുടെ ഉത്തരവാദിത്വത്തിൽ സ്ഥാപിതമായ ഒരു ആതുരാലയം, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റിസ് കെയർ സെൻറ്റർ 4 പതിറ്റാണ്ടു കാലങ്ങളായി അനേകം രോഗികളുടെ വിഷമതകൾക്ക് സൗഖ്യം നൽകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. രോഗപ്രതിരോധ രംഗത്തും രോഗചികിത്സാ രംഗത്തും പ്രമേഹ രംഗത്തെ ഗവേഷണ പ്രവർത്തനങ്ങളിലും ഇവയിലെല്ലാം തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. അതിൻ്റെ 40ാം വാർഷികത്തിൻ്റെ ഘട്ടമായുള്ള ആഘോഷ പരിപാടികളുടെ തുടക്കമാണ് ഇന്നിവിടെ അരങ്ങേറിയിരിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടുകൂടി ഒത്തുചേർന്നിരിക്കുന്നു. ലളിതമായ എന്നാൽ വളരെ പ്രൗഢമായ ഈ സദസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിയോഗത്തെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്ന് അധ്യക്ഷൻ ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടതിരിപ്പാട് കോളേജ് മുൻ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറും മുൻ പ്രിൻസിപ്പലും ആയിരുന്ന ഇപ്പോൾ ശ്രീ പി ഗദാധരൻ നമ്പൂതിരി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗവും തൻ്റെ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന പുസ്തകത്തിലൂടെ 2024 സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാര ജേതാവുമായിട്ടുള്ള ഡോക്ടർ ജി ദിലീപൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക്, അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടകൻ സീനിയർ ജേർണലിസ്റ്റും തിരുവല്ല സ്വദേശിയുമായ ശ്രീ കുറ്റൂർ രാധാകൃഷ്ണൻ അദ്ദേഹമാണ്. മലയാള മനോരമയുടെ ഫീച്ചർ ഡിവിഷൻ, ഫ്രീ പ്രസ് ജേണൽ, ഇന്ത്യൻ എക്സ്പ്രസ്, ഇങ്ങനെ നിരവധി ദിനപത്രങ്ങളിൽ ജേർണലിസ്റ്റായി പ്രവർത്തിച്ച അദ്ദേഹം 26 വർഷക്കാലം ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ജേർണലിസ്റ്റായി സേവനം അനുഷ്ഠിച്ചു. 2020 ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായി വിരമിച്ചു. അതിനുശേഷം ആദ്യത്തെ ക്യാമ്പസ് റേഡിയോ ഇനീഷ്യേറ്റീവായ മാക്ഫാസ്റ്റ് റേഡിയോ 90.4 ഡയറക്ടറായി പ്രവർത്തിച്ചു. ഇപ്പോൾ മൊസൈക്ക് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വലിയ ഒരു അഭ്യുദയകാംക്ഷിയായ അങ്ങയെ ഉദ്ഘാടകനായി ലഭിച്ചതിൽ ഞങ്ങൾ ഏറെ കൃതാർത്ഥരാണ്. ശ്രീ കുറ്റൂർ രാധാകൃഷ്ണൻ സാറിനെ ഉദ്ഘാടകനായി ഈ സദസ്സിലേക്ക്, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിൻ്റെ ധന്യതയും മൂല്യവും പ്രൗഢിയും ഉയർത്തിയ പ്രിയപ്പെട്ട കലാകാരനാണ് നമ്മുടെ മുഖ്യ അതിഥി ശ്രീ സാജൻ സൂര്യ. സ്ത്രീജന്മം, കുങ്കുമപ്പൂവ്, ഗീതാഗോവിന്ദം തുടങ്ങി 100-ൽ പരം സീരിയലുകളിലും പല
സിനിമകളിലും ജനപ്രിയ കഥാപാത്രങ്ങളെ വർഷങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു കലാകാരനാണ് അദ്ദേഹം. കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് സർവൻ്റായി ജോലി ചെയ്യുന്ന അദ്ദേഹം നടൻ, മോഡൽ, പ്രൊഡ്യൂസർ എന്നിങ്ങനെ പല മേഖലകളിൽ തിളങ്ങുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ്. അങ്ങയെ മുഖ്യാതിഥിയായി ലഭിച്ചതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. ശ്രീ സാജൻ സൂര്യയെ മുഖ്യാതിഥിയായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ ജി വിജയകുമാർ. നമ്മൾ വീഡിയോയിൽ കണ്ടു, അല്ലെങ്കിലും നമുക്ക് ഏവർക്കും അറിയാം, വേൾഡ് ഡയബറ്റീസ് ഫെഡറേഷൻ്റെ ഗ്ലോബൽ ഡയബറ്റീസ് വാക്ക്, ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ, എക്സലൻസ് ഇൻ പ്രിവെൻറ്റീവ് ഹെൽത്ത് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള, നമ്മളേവരുടെയും മെൻറ്റർ ആയിട്ടുള്ള, എന്നാൽ ഈ സദസ്സിൽ യാതൊരുവിധ വിശേഷണങ്ങളോ അലങ്കാരങ്ങളോ ആവശ്യമില്ലാത്ത ഡോക്ടർ ജി വിജയകുമാർ, അങ്ങയെയും വേദിയിലേക്ക് ഹാർദമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ നെടുംതൂണായ ഡോക്ടർ ജി വിജയകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെ തന്നെയും കരുത്തായി പ്രവർത്തിക്കുന്ന സ്നേഹനിധിയായ പ്രൊഫസർ എസ് വത്സലകുമാരി, പെരുമല ദേവസ്വം ബോർഡ് കോളേജിൽ നിന്നും മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം മേധാവിയായി വിരമിച്ച പ്രൊഫസർ എസ് വത്സലകുമാരിയെ, സ്നേഹനിധിയായ അമ്മയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർഷങ്ങളോളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റീസ് കെയർ സെൻ്ററിലെ റെസ്പിറേറ്ററി വിഭാഗം ചികിത്സകനായി ജോലി ചെയ്ത് ഇന്നും പല പല ആശുപത്രികളിലും രോഗികൾക്ക് താങ്ങും തണലും ആശ്വാസവുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ കുര്യൻ ഉമ്മൻ സാർ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ഡോക്ടർ കുര്യൻ ഉമ്മൻ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സർജറി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ രഞ്ജിൻ ആർ പി. അദ്ദേഹം മെഡിക്കൽ കോളേജ് സർവീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥാപനത്തിലെ ഡോക്ടറായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനമുള്ള കാര്യമാണ്. ഡോക്ടർ രഞ്ജിൻ ആർ പിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുപ്പതിലേറെ വർഷങ്ങളായി നമ്മുടെ സ്ഥാപനത്തിലെ ശിശുരോഗ വിദഗ്ധനായി നമുക്ക് മാർഗദർശിയും ഒക്കെയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോർജ് ജോൺ സാർ, അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിന് നന്ദിപൂർവ്വം അങ്ങയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ കരുത്തായ ഡോക്ടർ ജേക്കബ് എബ്രഹാം, രോഗികളുടെ പ്രിയങ്കരനുമായ ഡോക്ടർ ജേക്കബ് എബ്രഹാം സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദസ്സിൽ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളുണ്ട്, അഭ്യുദയകാംക്ഷികളായ കുടുംബാംഗങ്ങളുണ്ട്. ഈ സ്ഥാപനം തുടങ്ങാൻ 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രധാന കാരണക്കാരിൽ ഒരാളായ ശ്രീ പീതാംബരൻ നമ്പൂതിരി, നാമെല്ലാം മൃത്യുഞ്ജയനപ്പൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി സാവിത്രി അന്തർജനം നമുക്ക് അനുഗ്രഹമായി സന്നിഹിതയായിട്ടുണ്ട്. ആരുടെയും പേരെടുത്തിനി പറയുന്നില്ല. എല്ലാ കുടുംബാംഗങ്ങളെയും മെഡിക്കൽ ട്രസ്റ്റ് സ്റ്റാഫ് അംഗങ്ങളെയും ഈ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ആശുപത്രി ഇന്ന് ഏത് നിലയിലാണോ ഉള്ളത്, അതിൻ്റെയൊക്കെ പ്രധാന കാരണക്കാരായിട്ടുള്ളത് ഇവിടെ തുടക്കം മുതൽ ആത്മാർത്ഥമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളാണ്. അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പിരിഞ്ഞുപോയ സ്റ്റാഫ് അംഗങ്ങളുണ്ട്. അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇന്ന്
മെഡിക്കൽ ട്രസ്റ്റ് കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ വേദിയും വെന്യൂവും ഒരുക്കിയിട്ടുള്ളത് സാജ് ഇവൻസ് ആണ്. സാജ് ഇവൻസിനെയും ഓഡിയോ വിഷ്വൽ തയ്യാറാക്കി തന്ന മഹാദേവ ഗ്രൂപ്പിനെയും സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ഥാപനത്തിൻ്റെ തുടക്കത്തിന് കാരണക്കാരനായ യശശരീരനായ ശ്രീ പി ഗദാധരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലികളോടെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി.